തമിഴ്നാട് പളനിയിൽ മലയാളികൾ സഞ്ചരിച്ച വാൻ ഡിവൈഡറിലിടിച്ച അപകടം 7 പേർക്ക് പരിക്കേറ്റു. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരുടെ നില ഗുരുതരമാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്ന. റഹീസ്, പരിക്ക് പറ്റിയവരുടെ അടക്കം വിശദാംശങ്ങൾ ലഭ്യമാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പരിക്ക് പറ്റിയവരുടെ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ രാവിലെ ആണ് ഇന്ന് ഈ പളനിയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്, വാഹനാപകടം. ഇവർ സഞ്ചരിച്ചിരുന്നത് ഒരു വാനിലാണ്. ആ വാൻ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. അത് ഏതാണ്ട് തലകുത്തനെ ഉള്ള രീതിയിലേക്ക് വാൻ മറിഞ്ഞതോടെയാണ് ഇത്രയും പേർക്ക് പരിക്കേറ്റത്. തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള 15 പേരാണ് ഇതിലുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവരിൽ 7 പേർക്ക് സാരമായി തന്നെ പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ എന്തായാലും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുമാണ്. പോലീസ് ഇവിടെ എത്തി പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് ഹൈവേയിൽ അങ്ങനെ വലിയ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വൺ വേ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വാഹനവുമായിട്ട് ഇടിച്ചതൊന്നുമല്ല, മറിച്ച് എന്തെങ്കിലും പെട്ടെന്നുണ്ടായൊരു ഡിസ്ട്രാക്ഷൻ മൂലമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോവുകയോ ചെയ്തത് മൂലം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി തലകുത്തനെ വാഹനം മറിഞ്ഞ് അങ്ങനെയാണ് അപകടമുണ്ടായത്. നിലവിൽ എല്ലാവരും ഒരേ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. ഈ പുഷ്പത്തൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പോലീസ് എത്തി ഈ വാനൊക്കെ ഇവിടെ നിന്നും ക്ലിയർ ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. നിലവിൽ 3 പേർ, അതിൽ ഒരു സ്ത്രീയുടെ ആരോഗ്യനിലയാണ് കൂടുതൽ ഗുരുതരമായി തുടരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. സുഹൈൽ, എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ, ആ പരിക്കുകൾ ഭേദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. പഴനിയിലാണ് മലയാളികൾ സഞ്ചരിച്ച വാഹനമിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്.